മരണമേ നിന്റെ ജയമെവിടെ, അരികിലാണെന്റെ വിജയദിനം. അടികളേറ്റെന്റെ പരമന്മാരിൽ മറയും ഞാനിനി അനുദിനവും. മരണമേ നിന്റെ ജയമെവിടെ, അരികിലാണെന്റെ വിജയദിനം. അടികളേറ്റെന്റെ പരമന്മാരിൽ മറയും ഞാനിനി അനുദിനവും. ആനന്ദമേ നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. അവ ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. അവ ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. ജഡമയമായെന്റെ മധ്യഗ്രഹം തകരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യഗ്രഹം കാതലൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ജഡമയമായെന്റെ മധ്യഗ്രഹം തകരുന്നതേറ്റവും ലാഭം തന്നെ. കൈപ്പണിയല്ലാത്ത നിത്യഗ്രഹം കാതലൊരുക്കിയിട്ടുണ്ട് എനിക്കു വേണ്ടി. ആനന്ദമേ നിത്യാനന്ദമേ, സിയോനിൽ ചേരുന്നതാനന്ദമേ. അവ ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. അവ ചേർന്നിടുന്നു ഞാനും ചേർന്നിടുന്നു, എൻ മുൻപിൽ പോയതാം വിശുദ്ധരൊപ്പം. സിയോന്റെ വാസം നാം ധ്യാനിക്കണം, ഉത്തരരുഷലേം ഓർത്തിടണം. ഇവിടുള്ള വീടും ധനങ്ങളെല്ലാം എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ. ആകാശഭൂമികളെല്ലാം അതിലേതുവായവൻ നീ. ആകാശഭൂമികളെല്ലാം അതിലേതുവായവൻ നീ. ആശ്രയം നിന്നിലായത് മുതൽ അടികളകന്നു വരാം. ആശ്രയം നിന്നിലായത് മുതൽ അടികളകന്നു വരാം. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ. എനിക്കൊത്താശ വരും പർവ്വതം, കർത്താവേ നീ മാത്രമെന്നാളുമേ. എൻ കണ്ണുകളുയർത്തി ഞാൻ നോക്കും, എൻ കർത്താവേ നിന്റെ ഞാൻ. എൻ കണ്ണുകളുയർത്തി ഞാൻ നോക്കും, എൻ കർത്താവേ നിന്റെ ഞാൻ. എണ്ണിയാൽ തീരാ നന്മകൾ തന്നു എന്നെ അനുഗ്രഹിക്കും.
IPC പ്രയർ സെന്റർ ഒരുക്കുന്ന ലിവിംഗ് കരിസ്മയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രയർ സെന്റർ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും വിശുദ്ധിക്കും വചനത്തിനും സുവിശേഷീകരണത്തിനും പ്രാധാന്യം കൊടുക്കുന്നു. യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു. യേശുക്രിസ്തുവിൽ കൂടെയുള്ള അത്ഭുതങ്ങളിലും വിടുതലിലും രോഗസൗഖ്യത്തിലും വിശ്വസിക്കുകയും രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. തുടർന്ന് പാസ്റ്റർ രാജു പൂവക്കാല ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നു. ശ്രദ്ധിച്ചാലും. വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനം അറിയിക്കുന്നു. തിരുവല്ല IPC പ്രയർ സെന്റർ സഭ ഒരുക്കുന്ന ലിവിംഗ് കരിസ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ ആഴ്ചയിലും ദൈവജനമായി കണ്ടുമുട്ടുവാനും പ്രാർത്ഥിക്കുവാനും നമുക്ക് ലഭിക്കുന്ന അവസരങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ ഭാഗ്യ പദവിയെ കരുതുകയാണ്. ദൈവവചനം വായിച്ചു കേൾപ്പിക്കുവാനും ഇത് പറയുവാനും ഞങ്ങൾക്ക് ദൈവം തരുന്ന അവസരങ്ങൾ വളരെ വിലപ്പെട്ടത് ഞങ്ങൾ കരുതുകയാണ്. ഞങ്ങളുടെ തിരക്കുള്ള നടുവിലെ TV സീരിയൽ സിനിമ പ്രോഗ്രാമിൻ്റെ ഒക്കെ നടുവിൽ അല്പസമയം വേറിട്ട് ബൈബിൾ വായിക്കാനും പ്രാർത്ഥിക്കുവാനും ദൈവനെ കേൾക്കാനും നിങ്ങളെടുക്കുന്ന ആ താല്പര്യം വളരെ വിലപ്പെട്ടതായി ഞങ്ങൾ കരുതുകയാണ്. തീർച്ചയായും നിങ്ങളുടെ ഭവനത്തിനകത്ത് തന്നെ ഒരു ആത്മീയ അന്തരീക്ഷം ഉണ്ടാകുവാനും ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുവാനും റെഡിയായി തീരുമെന്നുള്ളതിന് ഞങ്ങൾക്ക് മുഖപക്ഷമില്ല. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സഭ തിരുവല്ലയിലുണ്ട്. TV പ്രേക്ഷകർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ധാരാളം കോളുകളാണ് ഓരോ എപ്പിസോഡുകൾ ഇവിടെ ടെലികാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഓരോ ആളുകൾ വിളിക്കുമ്പോഴും ഞങ്ങൾ അവർ ആ വിളിച്ച വിഷയങ്ങൾ ഞങ്ങൾ എഴുതിയെടുക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ടീം ഇവിടെയുണ്ട്, ഒരു ഫാമിലി, മറ്റു പ്രിയപ്പെട്ടവരെല്ലാം അതിനുവേണ്ടി നിങ്ങൾക്ക് വേണ്ടി തയ്യാറായിരിക്കുന്നു. അവരാ നിങ്ങളുടെ പേരും നിങ്ങളുടെ അഡ്രസ്സും ഒക്കെ നിങ്ങളുടെ പ്രാർത്ഥന എഴുതിയെടുക്കുകയും ഞങ്ങൾ പ്രാർത്ഥിക്കാൻ കൂടുമ്പോൾ ആ വിഷയങ്ങളെല്ലാം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഞങ്ങളുടെ പോസ്റ്റ് അഡ്രസ്സ് നിങ്ങൾ എഴുതി അയച്ചാൽ അത് ഞങ്ങളെ അത് പ്രത്യേകമായി അത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഇമെയിൽ അഡ്രസ്സ് നിങ്ങളത് അയച്ചു തരികയാണെങ്കിൽ അത് ഞങ്ങൾ ഏറ്റെടുത്ത് പ്രത്യേകമായിട്ട് ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ പ്രയർ ടീം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തയ്യാറായിട്ടുണ്ട്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ മടി കാണിക്കേണ്ട. ചൊവ്വാഴ്ച പ്രാർത്ഥനയുണ്ട്, ബുധനാഴ്ച പ്രാർത്ഥനയുണ്ട്. അങ്ങനെ നിരന്തരമായ ചെയിൻ പ്രയറുകൾ ഒക്കെ ഞങ്ങൾ ക്രമീകരിക്കുന്നു. അതെല്ലാം നിങ്ങൾക്ക് അനുഗ്രഹവും സന്തോഷമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. തിരുവല്ലയിൽ കഴിഞ്ഞ 25 വർഷം നിൽക്കുന്ന സഭയാണ് തിരുവല്ല IPC പ്രയർ സെന്റർ സഭ. ചുരുങ്ങിയ ആളുകളുമായിട്ട് ആരംഭിച്ച സഭ ഇന്ന് 100 കണക്കിന് ആളുകൾ കൂടുന്ന ഒരു വലിയ സഭയായി ദൈവമേനെ ഉയർത്തിയിരിക്കുന്നു. അതിനെ ഞങ്ങൾ ലീഡ് ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അത് നിങ്ങളെ കൂടെ കണ്ടാണ് കാര്യങ്ങൾ ചെയ്ത് ലോകരാജ്യങ്ങളിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആളുകൾ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്ക് സന്തോഷവും അനുഗ്രഹമാണ്. ഞങ്ങളെ വിളിക്കാനും മറക്കരുത്. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ നിങ്ങളുടെ മനസ്സിൽ പരിശുദ്ധാത്മാവ് പ്രേരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ അതിന് മടി കാണിക്കരുത്. നിങ്ങളുടെ ഭൗതിക നന്മയുടെ ചില ഭാഗങ്ങൾ അനേകരുടെ സുവിശേഷം കേൾക്കുവാൻ വചനം കേൾക്കുവാൻ കാരണമായി തീരുമെന്നുള്ളതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഇത് കൂട്ടായ ഒരു പ്രവർത്തനമാണ്, ജോയിൻറ്റ് വെഞ്ചറാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അത് രാജ്യത്തിൻ്റെ കെട്ടുപണികളിൽ പ്രവർത്തിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെ വാക്കുകൾ ആധാരമാക്കി യേശു കാനാവിൽ ചെയ്ത അത്ഭുതങ്ങളെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്ന ദൈവത്തിൻ്റെ വചനം. കാനാവിലെ കല്യാണത്തിന് യേശു വെള്ളം വീഞ്ഞാക്കിയതാണ് അവിടുത്തെ അത്ഭുതമായി നമ്മൾ കാണുന്നതെങ്കിലും ആ ഒരത്ഭുതത്തിൻ്റെ അകത്ത് തന്നെ 8 അത്ഭുതങ്ങൾ ദൈവം കരുതി വെച്ചിരിക്കുന്നു. 1-ാമത്തെ അത്ഭുതം നമ്മൾ ചിന്തിച്ചു, വിവാഹം നടന്ന 3-ാം ദിവസമാണെന്നുള്ളതാണ്. 2-ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് യേശുവിനെ ശിഷ്യന്മാരെ ഈ വിവാഹത്തിൽ ക്ഷണിക്കാൻ അവർ മറന്നുപോയി ഇല്ല എന്നുള്ളതാണ് 2-ാമത്തെ അത്ഭുതം. പ്രിയമുള്ളവരെ, യേശുവിനെ ശിഷ്യന്മാരെയും കാനാവിലെ കല്യാണത്തിന് ക്ഷണിച്ചില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. പക്ഷേ വീട്ടുകാരൻ ക്ഷണിക്കാൻ മറന്നുപോയില്ല എന്നുള്ളതാണ് 2-ാമത്തെ അത്ഭുതം. എല്ലാവരും മറന്നുപോയാലും യേശുവിനെ വിളിക്കാൻ മറന്നുപോയില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ നന്മയുടെ ഉറവിടം നമ്മുടെ ജീവിതത്തിൽ യേശുവിനെ നമ്മൾ ക്ഷണിച്ചു എന്നുള്ളതാണ്. യേശു ഇല്ലാത്ത ജീവിതവും യേശു ഉള്ള ജീവിതവും രണ്ടും വ്യത്യസ്തമാണ്. സാധാരണ കല്യാണമൊക്കെ നടക്കുമ്പോൾ ആളുകൾ വിവാഹത്തിന് വന്നിട്ട് ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്ന വാക്കുകളൊക്കെ ഞാൻ സാധാരണ ശ്രദ്ധിക്കാറുണ്ട്. ചില ആളുകൾ പറയും നല്ല വിവാഹമായിരുന്നു, നല്ല ഫുഡായിരുന്നു, നല്ല വരനായിരുന്നു, നല്ല വധുവായിരുന്നു, ഡ്രസ്സ് നന്നായിരുന്നു, ഡെക്കറേഷൻ നല്ലതായിരുന്നു, അറേഞ്ച്മെൻറ്റ്സ് വളരെ ഭംഗിയായിരുന്നു, എല്ലാം നല്ലതായിരുന്നു എന്നുള്ള നിലയിൽ നല്ല വാക്കുകൾ പറഞ്ഞേച്ച് പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം നല്ലതാണെങ്കിലും ഒത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോകുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട്. കാനാവിലെ കല്യാണത്തിന് സംബന്ധിച്ചിട്ട് ആളുകൾ മടങ്ങിപ്പോയപ്പോൾ എന്ത് പറഞ്ഞുകൊണ്ട് പോയി എന്നാണ് നിങ്ങളുടെ ചിന്ത.
എൻ്റെ ചിന്ത ഞാൻ പറയുന്നു, എല്ലാവരും പറഞ്ഞ ഒറ്റ വാക്കായിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും പറഞ്ഞത് യേശുവിനെ വിവാഹത്തിന് ക്ഷണിച്ചത് നന്നായിപ്പോയി. യേശു ഉണ്ടായിരുന്നത് കൊണ്ടാണ് അവിടെ ന്യൂനത വന്നപ്പോൾ പരിഹരിക്കാനിടയായിരുന്നത്. നിങ്ങൾക്കറിയാമോ, കല്യാണ വീട്ടിൽ, പ്രത്യേകിച്ച് യഹൂദന്മാരുടെ കല്യാണ വീട്ടിൽ നമ്മൾ പച്ചവെള്ളം കുടിക്കുന്ന പോലെയാണ് യഹൂദന്മാർ വീഞ്ഞ് കുടിക്കുന്നത്. ഒരു യഹൂദൻ്റെ വീട്ടിൽ അവൻ ആവശ്യത്തിലധികമുള്ള വീഞ്ഞ് അവൻ കരുതി വെക്കും. സാധാരണ കുടിക്കുന്ന വെള്ളം തീർന്നു പോയാലും യഹൂദൻ്റെ വീട്ടിലെ വീഞ്ഞ് കുറയത്തില്ല. കാരണം വീഞ്ഞ് അവൻ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും. പ്രത്യേകിച്ച് വിവാഹത്തിൻ്റെ ഏത് വിഭവം തീർന്നു പോയാലും വീഞ്ഞ് തീരത്തില്ല. കാരണം വീഞ്ഞ് തീരുവാൻ കഴിയുകയില്ല, കാരണം അവരെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കും. എന്നാൽ ഓർക്കുക, ഇവിടെ വീഞ്ഞ് തീർന്നു പോയി എന്ന് നമ്മൾ കാണുകയാണ്. അപ്പോൾ വീഞ്ഞ് തീർന്നതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾക്കറിയില്ല. അത് ദൈവത്തിന് പദ്ധതിപ്പെട്ട കാര്യമാണ്. പക്ഷേ വിവാഹത്തിൽ സംബന്ധിച്ചവരെല്ലാവരും പറഞ്ഞ ഒരു കാര്യം, വീഞ്ഞ് തീർന്നെങ്കിലും യേശു ഉണ്ടായിരുന്നുകൊണ്ട് അത്ഭുതം സംഭവിച്ച് അവിടുത്തെ ന്യൂനത പരിഹരിക്കപ്പെട്ടു. എന്നെ കിടന്ന ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളിന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മയുടെ ഉറവിടം യേശു നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. യേശു വരുന്നതിന് മുമ്പ് നിങ്ങൾ ആരായിരുന്നു? യേശു വന്ന ശേഷം നിങ്ങൾ ആരായി തീർന്നു? യേശു വരുന്നതിന് മുമ്പ് നിങ്ങളൊരു സീറോ ആയിരുന്നു എങ്കിൽ യേശു വന്ന ശേഷം നിങ്ങളെ അവനൊരു ഹീറോ ആക്കി മാറ്റി എന്ന് നിങ്ങൾ മറന്നു പോകരുത്. അനേകരെ സാക്ഷി നമ്മൾ കേൾക്കുമ്പോൾ മനസ്സിലാകുന്നൊരു കാര്യമുണ്ട്, യേശു ഇല്ലാത്ത ജീവിതം എന്തോ പരാജയമായിരുന്നു, വളരെ നിരാശയുടെയും നെടുവീർപ്പിൻ്റെയും അനുഭവങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ വലയും ഒഴിഞ്ഞ പടകുമായിരുന്നു. പക്ഷെ യേശു വന്നപ്പോൾ അതിനെല്ലാം അവൻ മാറ്റിമറിച്ചു. നമ്മൾ വായിക്കുന്നുണ്ട് സുവിശേഷങ്ങളിൽ, ആ രാത്രിയിൽ അവർ ഒന്നും പിടിച്ചില്ല. ഏത് രാത്രി? യേശുവിനെ വിട്ടേച്ചു പോയ രാത്രിയിൽ ശിഷ്യന്മാർക്ക് ഒന്നും പിടിക്കാൻ കഴിഞ്ഞില്ല. അവർ രാത്രി മുഴുവൻ അധ്വാനിച്ചു. രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്ക് ഒന്നും പിടിക്കാൻ കഴിഞ്ഞില്ല. നിരാശയിലാണോ ഇന്ന്? നീ നിരാശപ്പെടേണ്ട, യേശുവിനെ സ്വീകരിക്കുക, യേശുവിനെ ക്ഷണിക്കുക. യേശു നിന്റെ എല്ലാ പ്രശ്നത്തെയും പരിഹരിക്കും. നീ ഇന്ന് രോഗിയാണോ? രോഗത്തെ മാറ്റാൻ യേശുവിന് കഴിയും. ആ കിടക്കുന്ന കിടപ്പിൽ തീരാ രോഗിയായി, മാറാ രോഗിയായി നീ കട്ടിൽ അഭയം പ്രാപിച്ചിരിക്കുന്നെങ്കിൽ ഒറ്റ സെക്കൻഡ് മതി, യേശുവേ നീ എന്നെ സഹായിക്കണമേ എന്ന് നീ അവിടെ നിലവിളിച്ച് കരയുമ്പോൾ ആ സെക്കൻഡിൽ തന്നെ നിന്നെ വെടിയിപ്പാൻ ദൈവത്തിന് കഴിയും. ബർത്തിമായി എന്ന് പറഞ്ഞ കുരുടെ റോഡുകളിൽ നിന്നുകൊണ്ട് യേശുവേ ദാവീദ് പുത്ര എന്നോട് കരുണ ഉണ്ടാകണമേ നിലവിളിച്ചപ്പോൾ അവൻ നിലവിളി കേട്ട് ബർത്തിമായിക്ക് വേണ്ടി അവിടെ നിന്ന് അവനെ കണ്ണ് തുറന്നവനാ. ഒരു കുരുടായ മനുഷ്യർ റോഡുകളിൽ നിന്ന് നിലവിളിക്കുമ്പോൾ അവിടെ നിന്ന് അവന് വേണ്ടി പ്രവർത്തിക്കുന്ന വേറെ ഏത് നേതാവുണ്ട്? ബർത്തിമയുടെ കണ്ണ് തുറന്നെങ്കിൽ നിന്റെ കണ്ണ് തുറക്കാനും നിന്നെ സഹായിപ്പാനും നമ്മുടെ ദൈവം സർവശക്തനായ ദൈവമാണ്. സക്കായിക്ക് യേശുവിനെ കാണുവാൻ ഒരു ചെറിയ ആഗ്രഹമുണ്ടായി. അത്തിമരത്തിൻ്റെ അകത്ത് അവൻ കയറി ഒളിഞ്ഞിരുന്നപ്പോൾ സക്കായിയുടെ അടുക്കലേക്ക് യേശു എന്ന് സക്കായിയെ വേഗം ഇറങ്ങി വാ എന്ന് പറഞ്ഞവനെ വിളിച്ച് അവൻ്റെ വീട്ടിൽ അന്ന് പാർക്കുവാനിടയായി തീർന്നു. ഓർക്കുക പ്രിയമുള്ളവരെ, നിനക്ക് യേശുവിനെ കാണാൻ ചെറിയ ആഗ്രഹമുണ്ടെങ്കിൽ കാണുക മാത്രം നിന്റെ വീട്ടിൽ വന്ന് പാർക്കുന്നവനാണ് നമ്മുടെ ദൈവം. നിന്റെ ജീവിതത്തിൽ എത്രയോ നിരാശയിൽ കൂടെയാണ് നീ കടന്നു പോകുന്നെങ്കിൽ ഇന്ന് നീ എടുക്കുന്നൊരു ചെറിയ തീരുമാനമുണ്ടല്ലോ, യേശുവിനെ ഞാൻ ക്ഷണിക്കും. എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ യേശുവിനെ ക്ഷണിക്കും. എൻ്റെ ബിസിനസ്സിലേക്ക് ഞാൻ യേശുവിനെ ക്ഷണിക്കും. എൻ്റെ തകർന്ന കുടുംബജീവിതത്തിൻ്റെ അകത്തേക്ക് ഞാൻ യേശുവിനെ ക്ഷണിക്കും. എൻ്റെ തകർന്ന കുഞ്ഞുങ്ങളെ ഭാവിയെ കരിപ്പിടിപ്പിക്കുവാൻ ഞാൻ യേശുവിനെ ക്ഷണിക്കും. എൻ്റെ ആത്മീയ ജീവിതം ഡൗൺ ആയിരിക്കുന്നെങ്കിൽ ഞാൻ യേശുവിനെ ക്ഷണിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിലെ പക്വതയോടുകൂടി നടത്തുവാൻ ഞാൻ എൻ്റെ യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് നീ ദിവസം തീരുമാനിക്കുമ്പോൾ നീ പോലും അറിയാതെ നിന്റെ ജീവിതത്തിൽ ട്രമൻഡസ് ചേഞ്ച്, വലിയ ചേഞ്ച് തരുവാൻ നമ്മുടെ ദൈവത്തിന് ഇന്നും കഴിയുമെന്ന് വിശ്വസിക്കുക. നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമായി നിങ്ങളെ മാനിപ്പാൻ ദൈവ സർവശക്തനായ ദൈവമാണ്. ഒന്ന് ഓർത്ത് നോക്കൂ, തിരിഞ്ഞും ചിന്തിച്ചു നോക്കൂ. യേശു വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തുണ്ടായിരുന്നു? ഒന്നുമില്ലായിരുന്നു. യേശു വന്നു കഴിഞ്ഞപ്പോഴോ എല്ലാമാക്കി നിറയ്ക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് ഓർത്ത് നീ ദൈവത്തിന് സ്തോത്രം പറയണം. ഒരു പിതാവ് ഒരിക്കൽ സാക്ഷി പറയുന്നത് കേട്ടു, ഒരു ഡ്രസ്സ് എടുക്കുവാൻ ഇല്ലാതെ ഭാരപ്പെട്ട അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ആരും തന്നെ സഹായിക്കാനില്ലാത്ത അനുഭവം ഉണ്ടായി. പക്ഷെ അദ്ദേഹം ദൈവത്തിൽ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ വിദേശത്തേക്ക് അയച്ചു, ഗൾഫിലേക്ക് അയച്ചു. ഒരിക്കലും പോകാൻ നിവൃത്തിയില്ലാത്ത, തൻ്റെ വിദ്യാഭ്യാസമില്ലാത്ത മകനെ ദൈവം ഗൾഫിലേക്ക് അയച്ചു. ആ വീണ്ടും സ്ഥിതിയെല്ലാം പെട്ടെന്ന് മാറി. അവൻ്റെ ബുദ്ധിക്കുള്ള നിരക്കാത്ത ശമ്പളമുള്ള ജോലിയാണ് ദൈവം കൊടുത്തത്. അവൻ്റെ കൂടെ ജോലി ചെയ്ത
പല അഭ്യസനത്തിലെ ആളുടെ നടുവിൽ വിദ്യാഭ്യാസം കുറഞ്ഞ് അവന് ദൈവം പ്രത്യേകമായി വിളിച്ച് ജോലി കൊടുത്തു. മാന്യമായ ശമ്പളം, 5 അക്ക ശമ്പളമുള്ള ജോലി അവരെ കൊടുത്തു. ആ ജോലിയിൽ നിന്ന് അവന് നന്മ കിട്ടിയപ്പോൾ ആ മകൻ ആദ്യം ചെയ്തത് തൻ്റെ പിതാവിന് ഏറ്റവും മനോഹരമായ ഡ്രസ്സുകൾ വാങ്ങിക്കൊടുക്കുവാനായി അവൻ നാട്ടിലേക്ക് പണം അയച്ചു കൊടുത്തു. ആ ഡ്രസ്സ് വാങ്ങി ഇട്ടുകൊണ്ട് ആ പിതാവ് സാക്ഷി പറഞ്ഞതാണ് ഞാൻ കേട്ടത്. എൻ്റെ പ്രിയമുള്ളൊരു ഒരു ഉടുപ്പും ഒരു മുണ്ടും മാത്രം ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ ദൈവത്തെ സ്നേഹിപ്പാനും ദൈവത്തെ സേവിപ്പാനും ഞാൻ തീരുമാനമെടുത്തു കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തി. ഇന്ന് ധാരാളം ഉപയോഗിക്കത്തക്കമായി അവൻ എൻ്റെ തലമുറയെ വിദേശത്ത് അയച്ച് അവൻ എന്നെ മാനിച്ചു എന്നുള്ള അനുഭവ സാക്ഷ്യം പറഞ്ഞത് എൻ്റെ ശ്രദ്ധയിലുണ്ട്. നിങ്ങൾ ചോദിക്കട്ടെ, സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിന്റെ നിരാശയുടെ നടുവിൽ, നിന്റെ നെടുവിരിപ്പിൻ്റെ നടുവിൽ, നിന്റെ ഭാരത്തിൻ്റെ നടുവിൽ, നിന്റെ വേദന നടുവിൽ നിന്നെ നിറച്ചയക്കാൻ കഴിയുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. എങ്ങനെയാണ് നടന്നെന്ന് നിനക്ക് പോലും അതിശയം കുറുമാറ് ദൈവം വഴി തുറക്കും. മനുഷ്യൻ തുറക്കുന്ന പോലെയല്ല ദൈവം തുറക്കുന്ന വഴി. മനുഷ്യൻ എണ്ണി തരുമ്പോൾ ദൈവം എണ്ണമില്ലാതെ തരുന്നവനാണ്. ഒരു തുരുത്തി വെള്ളവും അല്പം അടയും കൊടുത്ത് ഹാഗറിനെ പൈതലിനെയും കൂടെ മരുഭൂമിയിലേക്ക് ഇറക്കിവിടാനാണ് അബ്രഹാം തീരുമാനിച്ചത്. പക്ഷേ ഹാഗറിൻ്റെയും കുഞ്ഞിൻ്റെ നിലവിളി കേട്ട് ദൈവം മരുഭൂമിയിൽ അബ്രഹാമിൻ്റെ മകനായ ഇശ്മായേലിന് വേണ്ടി അവൻ്റെ അമ്മയായ ഹാഗറിന് വേണ്ടി ദൈവം നീര് ഉറവയെ തുറന്നു കൊടുത്തു. ദൈവം തുറക്കാൻ തുടങ്ങിയാൽ അതിനെ അടയ്ക്കാൻ ലോകത്തിൽ ആർക്കും കഴിയത്തില്ല. നമ്മൾ വിചാരിക്കും പ്രാർത്ഥിച്ചപ്പോഴാണ്, കരഞ്ഞപ്പോഴാണ് ഉറവ തുറന്നത്. പക്ഷേ ബൈബിൾ ശരിക്കും പഠിക്കുമ്പോൾ വായിക്കുന്നത് ദൈവം അവിടെ കണ്ണു തുറന്നെന്നാണ്. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ്. അബ്രഹാം തുരുത്തിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവത്തിനറിയാം ഈ വെള്ളം അല്പസമയം കഴിയുമ്പോൾ തീരുമെന്ന്. അത് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം മരുഭൂമിയിൽ അവർക്ക് വേണ്ടി പുതിയ ഉറവ തുറന്നു വെച്ചിരുന്നു. കരഞ്ഞപ്പോഴാണ് കണ്ണു തുറന്നത്, കണ്ണു തുറന്നപ്പോഴാണ് കണ്ടത്. അത് സത്യമാണ് എങ്കിലും ദൈവം നേരത്തെ തുറന്ന് കരുതി വെച്ചിരുന്നു. ഓർക്കുക, നീ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നിനക്ക് എന്ത് വേണമെന്ന് അറിയാവുന്ന എൻ്റെ ദൈവം നിനക്ക് വേണ്ടതെല്ലാം അവൻ തുറന്ന് വെച്ചിട്ടുണ്ട്. നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ എന്തിനാ ഭാരപ്പെടുന്നത്? നീ എന്തിനാ മാനസികമായി ഡൗൺ ആകുന്നത്? നീ ദൈവത്തിൽ നിന്ന് ധൈര്യപ്പെട്ട്, നീ ദൈവത്തിൽ നിന്ന് ഉറച്ച്, നീ ദൈവത്തിൽ നിന്ന് വിശ്വസിച്ച് ദൈവം തുറക്കുന്ന വഴികളെ നീ വിശ്വാസം എന്ന് കണ്ട് ദൈവം തുറക്കാൻ തുടങ്ങിയാൽ അതിനെ അടയ്ക്കാൻ ലോകത്തിലെ ഒരു ശക്തിക്കും കഴിയത്തില്ലെന്ന് ഇന്ന് നീ വിശ്വസിക്കണം. ദൈവത്തിൻ്റെ ഉറവ അത്ര വലുതാണ്. 30 ലക്ഷം പേർക്ക് 40 വർഷക്കാലം ഇടം കഴിയും മന്നാഭീതം കൊടുക്കാൻ എൻ്റെ ദൈവത്തിന് പദ്ധതി ഉണ്ടായിരുന്നു. തീക്കൽ പാറയിരുന്ന വെള്ളം അവർക്ക് വേണ്ടി ദൈവം ചാടി പുറപ്പെടുവിച്ചു. അവർക്ക് മുഴുവൻ ഇറച്ചി കൊടുക്കാൻ കഴിയുമോ എന്ന് അവർ പെറുപുറത്ത് ചോദിച്ചപ്പോൾ ദൈവം ആകാശത്തെ കെടുപാല് തുറന്ന് കാടകളെ കൊണ്ട് ആ പാളയെ മൂടി. അവർ കാടകളെ പിടിച്ച് അവർ ഭക്ഷിച്ചു. അവർ ഇറച്ചി തിന്ന് തൃപ്തരായി എന്ന് നമുക്ക് വായിക്കാൻ കഴിയുന്നു. ഓർക്കുക, ദൈവത്തിൻ്റെ പ്രവൃത്തി ദൈവം തുടങ്ങി കഴിയുമ്പോൾ നീ പോലും ചിന്തിക്കാത്ത നന്മയുടെ വഴികളാണ് ദൈവം തുറക്കുന്നത്. ഒരു ഉടുപ്പ് കിട്ടിയിരുന്നെങ്കിൽ, ഒരു പാൻറ് കിട്ടിയിരുന്നെങ്കിൽ, ഒരു 1000 രൂപ എനിക്ക് ശമ്പളം കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് ഒരു കൊച്ചു വണ്ടി ലഭിച്ചിരുന്നെങ്കിൽ, എനിക്കൊരു ചെറിയ വീട് കിട്ടിയിരുന്നെങ്കിൽ, എത്രയെത്ര സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ പ്രിയമുള്ളവരെയും ആ സ്വപ്നങ്ങൾ പൂവ് അണിയത്തില്ലെന്ന് പലരും പറഞ്ഞു. ആമേ, നിനക്കൊരു ആത്മീയ ജീവിതം ഉണ്ടാകത്തില്ല, നീ പ്രാർത്ഥിക്കത്തില്ല, നിനക്കൊരു ഗതി ഉണ്ടാകത്തില്ല, ഭാവി കരിപ്പിടിക്കത്തില്ല, എന്തെല്ലാം കാര്യങ്ങൾ ആരെല്ലാം പറഞ്ഞു. ഓർക്കുക, അവരെ പറഞ്ഞ നുണയാണ്. ദൈവം പറഞ്ഞ വാഗ്ദത്തം നീ വിശ്വസിക്കണം. ദൈവം ഒരിക്കലും നുണ പറയുകയില്ല. ദൈവം ഒരിക്കലും വ്യാജം സംസാരിക്കുകയില്ല. ദൈവം പറഞ്ഞാൽ ഊവയെന്നും ഇല്ല ഇല്ല എന്നുമാണ്. ആകയാൽ ഇന്ന് എനിക്ക് പറയാനുള്ളത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. തീരുക്കുള്ള നടന്നാൽ തീ നിന്നെ ദഹിപ്പിക്കുകയില്ല, വെള്ളം നിന്നെ മുക്കിക്കളയുകയില്ല. ഞാൻ നിന്റെ പരിചയമാണ്, അതിമഹത്തായ പ്രതിഫലമാണ്. നിങ്ങളുടെ ദൈവത്തിൻ്റെ വാഗ്ദത്ത ദൂതുകളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കാനുള്ളത്. ബാലസിംഹങ്ങൾ ഇരകെട്ടാതെ വിശന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്ക് കുറവ് വരുത്താൻ എൻ്റെ ദൈവം സമ്മതിക്കുകയില്ല. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗമേ യഹോവയെ വാഴ്ത്തുക. അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കല്ലേ. ദൈവം ചെയ്ത നന്മകൾ, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം.
ഞാൻ നേരത്തെ ഒന്നുമില്ലാതിരുന്നപ്പോൾ, മൈനസ് ആയിരുന്നപ്പോൾ യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നു. യേശുവിനെ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ വ്യത്യാസമുണ്ടായി. എൻ്റെ ചിന്തഗതിക്ക് വ്യത്യാസമുണ്ടായി, എൻ്റെ നടപ്പിന് വ്യത്യാസമുണ്ടായി, എൻ്റെ തലമുറയ്ക്ക് വ്യത്യാസമുണ്ടായി, എൻ്റെ ഭാവനത്തിൻ്റെ സ്ഥിതിക്ക് ഭേദമുണ്ടായി, എൻ്റെ ബിസിനസ് തകർച്ചകളെല്ലാം മാറി. എൻ്റെ ആത്മീയ ജീവിതം സ്റ്റഡിയാകാൻ അറിയാത്തിരുന്നു. വിശുദ്ധ ബൈബിൾ വായിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും എനിക്ക് താല്പര്യമുണ്ടായി. സഭ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്ക് പോകാൻ ഒരു ഉത്സാഹം എൻ്റെ ജീവിതത്തിലുണ്ടായി. ഞാൻ നേരെയായപ്പോൾ ദൈവം എൻ്റെ വഴികളെ നേരെയാക്കി തന്നു. ഇന്ന് എൻ്റെ ജീവിതത്തിൽ യേശു വന്നതുകൊണ്ട് എല്ലാം നോർമലായി. യേശുവിനെ ശിഷ്യന്മാരെ ക്ഷണിച്ചപ്പോൾ കാനാവിലെ കല്യാണ വീട്ടിൽ വന്ന പോരായ്മയെ നികത്തി അവരുടെ ദുഃഖത്തിന് പകരം അനുഗ്രഹം വ്യാപരിച്ചതുപോലെ ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു, നിന്റെ ജീവിതത്തിൽ എല്ലാം മൈനസ് മാറി അതിനെ പ്ലസ് ആക്കി മാറ്റാൻ കഴിയുന്ന ദൈവത്തിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളെ മേൽ ദൈവം അയക്കുന്നു. തലമുറയോർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നു. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ ദൈവ തലമുറ ഒരു അനുഗ്രഹമാക്കി നീ മാറ്റാൻ പോകുകയാണ്. ഈ തലമുറയെ നീ ഒരു രൂപ പോലും തലമുറയ്ക്ക് കൊടുത്തില്ലെങ്കിലും, ഒരു പേഴ്സണും തലമുറയ്ക്ക് നിന്റെ വകയാട്ടിയില്ല എങ്കിലും നിങ്ങളോട് ഞാൻ ആത്മാവിൽ പറയട്ടെ, യേശുവിനെ കൊടുക്ക്. ആ തലമുറയുടെ നന്മകളിലേക്ക് യേശു അവനെ കൈപിടിച്ച് നടത്തും. നിന്റെ എല്ലാ സാമ്പത്തിക മേഖലയിലും, നിന്റെ ശരീരത്തിലും, കുടുംബത്തിലും, കുടുംബജീവിതത്തിലും, നിന്റെ സഭയിലും, നിന്റെ വ്യക്തിപരമായ ജീവിതത്തിലും യേശു വന്നിട്ടുണ്ടോ എല്ലാത്തിനും വ്യത്യാസമുണ്ട്. യേശു എവിടെയെല്ലാം പോയിട്ടുണ്ടോ അവിടെയെല്ലാം അത്ഭുതം നടന്നിട്ടുണ്ട്. യേശു എവിടെയെല്ലാം ചെന്നിട്ടുണ്ടോ അവിടെയെല്ലാം വീര്യം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്നത്തെ ശുശ്രൂഷയിൽ നിങ്ങൾ പോലും അറിയാതൊരു വലിയ വ്യത്യാസം നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ദൈവം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യേശുവിനെ ക്ഷണിക്ക്, വാ തുറന്ന് പറ, യേശുവേ ദാവീദ് പുത്രാ, എൻ്റെ വീട്ടിലേക്ക് വരിക, എൻ്റെ കൈക്ക് പിടിക്കുക, എന്നെ അനുഗ്രഹിക്കുക, എൻ്റെ നിരാശകളെ മാറ്റുക, എനിക്ക് അനുഗ്രഹ പരമ്പരകൾ തരിക എന്ന് നീ നിലവിളിച്ച് പറയുമ്പോൾ ഞങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മേൽ ദൈവത്തെ ശക്തി അയക്കുകയും അവ നിങ്ങളെ മാനിക്കുകയും ചെയ്യും. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ ഞാൻ വിശ്വസിക്കുന്നു, യേശു വന്നു കഴിയുമ്പോൾ എല്ലാത്തിനും വ്യത്യാസമുണ്ടാകും. കാനാവിലെ കല്യാണത്തിന് യേശു വന്നപ്പോൾ എല്ലാം ചേഞ്ചായി, എല്ലാ മൈനസും പ്ലസ്സായി മാറിയതുപോലെ, എല്ലാ നിരാശയും അനുഗ്രഹമായി മാറിയതുപോലെ നിന്റെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളെയും സന്തോഷമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കാം. നമുക്ക് ഒരുമിച്ച് വന്ന് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആത്മീയ ശുശ്രൂഷയിൽ വലിയ വ്യത്യാസം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിദ്യാർത്ഥിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. രോഗശാന്തിയും ആരോഗ്യവും സൗഖ്യവും ബലവും ഇപ്പോൾ തന്നെ സംഭവിക്കട്ടെ. കർത്താവേ, യേശു വന്നതിൻ്റെ വിടുതലുകൾ കുടുംബത്തിൻ്റെ അകത്ത് വെളിപ്പെട്ട് വരട്ടെ. തലമുറയ്ക്ക് അനുഗ്രഹമാകട്ടെ. രോഗശാന്തിയും ആരോഗ്യവും സംഭവിക്കട്ടെ. സഭയുടെ സ്ഥിതിക്ക് ഭേദം വരട്ടെ. കൃപകളും കൃപാവരങ്ങളും വെളിപ്പാടും ദർശനവും രോഗശാന്തിയും ആരോഗ്യം ഓരോ കുടുംബങ്ങളും വെളിപ്പെട്ട് വരുവാൻ ഞങ്ങൾ കൽപ്പിക്കുന്നു. ശാരീരികമായ വിടുതൽ, മാനസികമായ വിടുതൽ, ആത്മീയമായ വിടുതൽ എല്ലാം ദൈവം നൽകി ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജനത്തെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. യേശു വന്നതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകുന്നതിനായി നന്ദി കർത്താവേ. ഈ വചനം കേട്ട എല്ലാവരെയും ഞങ്ങൾ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. ഏത് വിഷയത്തിനും മേലും അത്ഭുത വിടുതൽ ഇപ്പോൾ അയച്ചാനായി സ്തോത്രം ചെയ്യുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഞങ്ങളെ കേട്ട എല്ലാവർക്കും പ്രത്യേകമായ വന്ദനം പറയുകയാണ്. നിങ്ങൾ ഞങ്ങൾ ശാന്തമായി ശ്രമിച്ചല്ലോ. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. തിരുവല്ല പട്ടണത്തിൽ തിരുവല്ലയിൽ നിന്ന് കോഴഞ്ചേരിയിലേക്ക് വരുന്ന വഴിയിൽ റെയിൽവേ ക്രോസോട് ചേർന്നുള്ള IPC പ്രയർ സെന്റർ സഭയിൽ നിങ്ങളെ ഞങ്ങൾ ഹൃദയപൂർവ്വമായി ക്ഷണിക്കുന്നു. രോഗികളുമായി പ്രാർത്ഥിക്കാൻ കടന്നു വരിക. ഞായറാഴ്ച രാവിലെ 8 മുതൽ 11 വരെ അവിടെ കർത്തൃമേശ, പ്രൈസ് ആൻഡ് വർഷിപ്പ്, അനുഭവ സാക്ഷികൾ, ശക്തമായ വചന ശുശ്രൂഷ നടക്കുകയാണ്. നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നാനാ ജാതി മതസ്ഥരായിട്ടുള്ള ആളുകൾ അവിടെ പ്രാർത്ഥിക്കാനായിട്ട് വരുന്നുണ്ട്. നിങ്ങളെ ഞങ്ങൾ ഹൃദയപൂർവ്വമായി ക്ഷണിക്കുന്നു. നിങ്ങൾക്ക് കടന്നു വന്ന് ആത്മീയ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 10:30 വൈകിട്ട് 7 മണിക്കും വിടുതൽ ശുശ്രൂഷ നടക്കുന്നു. ചൊവ്വാഴ്ച രാവിലെ 10 മണിക്ക് പ്രാർത്ഥനയുണ്ട്. നിങ്ങൾ കടന്നു വരണം. പ്രയർ ക്വസ്റ്റ്യങ്ങളെ അറിയിക്കാൻ മടിക്കല്ല. ഒരു ഫോൺ കോളിന് മുമ്പിൽ അത്ഭുതങ്ങൾ ദൈവം നിങ്ങൾ ചെയ്യുമെന്ന് ഞങ്ങൾ ഉറപ്പ് തരികയാണ്. ടീമായി നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കുന്ന പേര് എഴുതി വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്. ഏത് വിഷയമാണെങ്കിലും ഒരിക്കലും നടക്കത്തില്ലെന്ന് കരുതുന്ന വിഷയമാണെങ്കിലും പ്രവർത്തിപ്പാൻ ദൈവത്തിന് ഒരു സെക്കൻഡ് മതി. വിശ്വസിക്കുക, ദൈവപ്രതിക്ക് താഴ്ത്തി ഏൽപ്പിക്കുക. അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കണ്ടുപിടുത്തം വരെ സർവശക്തനായ ദൈവങ്ങളിൽ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ മടി കാണിക്കല്ലേ. ഒരുമിച്ച് വന്ന് പ്രവർത്തിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.
ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ മധ്യ തിരുവിതാംകൂറിന്റെ ഹൃദയഭാഗമായ തിരുവല്ലയിൽ ജോസിസ് ജംഗ്ഷൻ, പുഷ്പേരി റോഡ്, പ്രയർ സെന്റർ ഹാളിൽ ആത്മീയ സംഗമം എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മുതൽ 11:30 വരെ. ഇംഗ്ലീഷ് വർഷം വൈകിട്ട് 4:30 മുതൽ 5:45 വരെ. ഏവർക്കും സ്വാഗതം. മാറാരോഗങ്ങൾ, സാമ്പത്തിക തകർച്ച, തകർന്ന കുടുംബജീവിതം, ആത്മഹത്യ, പ്രശ്നമേതുമാകട്ടെ, യേശുക്രിസ്തുവിൽ കൂടി സമ്പൂർണ്ണ പരിഹാരം. എല്ലാ വെള്ളിയാഴ്ചയും 10:30 മുതൽ 1 മണി വരെ രോഗശാന്തി വിടുതൽ ശുശ്രൂഷ. ദൈവത്തിനും ദൈവവചനത്തിനും പ്രഥമ സ്ഥാനം നൽകുന്നു. പാരമ്പര്യത്തെയല്ല, പത്യോപദേശത്തെ ഉയർത്തുന്നു. വിശുദ്ധ ജീവിതത്തിന് ആഹ്വാനം നൽകുന്നു. സുവിശേഷം പ്രസംഗിക്കുന്നു. യുവതലമുറയെ നേർവഴിയിൽ നടത്തുന്നു. പ്രതിസന്ധിയിൽ അകപ്പെട്ടവർക്ക് കൗൺസിലിംഗ് നൽകുന്നു. രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. കടന്നുവരിക, അനുഗ്രഹം പ്രാപിക്കും. ഞങ്ങളെ ബന്ധപ്പെടേണ്ട വിലാസം: പാസ്റ്റർ രാജു പൂവക്കാല, IPC പ്രയർ സെന്റർ, പോസ്റ്റ് ബോക്സ് നമ്പർ 90, മഞ്ഞാടി, തിരുവല്ല 1. ഫോൺ നമ്പർ 9847032151, 9744343051, 046926235000. ഇമെയിൽ rajupuvakala@gmail.com. YouTube ID rajupuvakala youtube.com.